റീത്ത് വെക്കണ്ട, നീ വെച്ചിട്ട് പോടേ. ആലോചിലാതി അവൻ്റെ ഭാര്യ എടുത്തിന് ഞാൻ പൈസ കടം കയറി. ഈ പാർട്ടിയിൽ ദാരിദ്ര്യം ഇല്ലാതെ ഒറ്റ എവിടെ പോണു? മരിപ്പിന് പോണു. അതിന് ദാസപ്പം മുതലാളി ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭാവിയാണ്. നിങ്ങളെവിടെ പോണു? അയ്യേ, ഒന്നല്ല, അയാൾ എല്ലാ പാർട്ടിക്കും ഫണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യന്. പിന്നെ വെറുതെ നാണക്കെടാൻ പോവില്ല. അവിടെ ഞങ്ങളെ പാർട്ടിക്കാരും ഞങ്ങളെ ആളുകളും എല്ലാം അവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഒരു മെമ്പർക്ക് എന്തായാലും ഒരു വിലയുണ്ടല്ലോ. ഞാൻ അതിനു വേണ്ടി പൊക്കോളാം. അടുക്കള വാലൊന്ന് അടച്ചിട്ടേക്കണേ. എന്താ ഇവിടെ വന്നേ? ഇനി എന്ത് വേണം? ഇതെന്താ നോക്കിക്കേ. ആ റീത്ത്, അതായത് ഞങ്ങളെ ദാസപ്പം മുതലാളി മരിച്ചല്ലോ, അവിടെ ഞങ്ങൾ DDT പാർട്ടി കൊണ്ടു കൊടുക്കുന്ന റീത്താണ്. ഇത് എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? നല്ലല്ലേ? ഇതിപ്പോ എങ്ങനെ ഇങ്ങനെയായത്? ഇതെങ്ങനെയാ ഇപ്പൊ ഇങ്ങനെ ആയതെന്ന്? റീത്ത് ഇങ്ങനെ തന്നെയാണല്ലോ. ഇത് ഇങ്ങനെ തന്നെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്നാണല്ലോ. ഇതിൽ എന്താ കുഴപ്പം? ആണോ? എന്താ പ്രശ്നം? ക്ലീറ്റോ കളിക്കരുത്. ഞങ്ങളുടെ RDP-കാരുടെ റീത്ത് എടുത്ത് നിങ്ങൾ എന്താ DDT പാർട്ടി അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്? RDP-കാരുടെ റീത്താ? നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് തലയ്ക്കൊരു കുഴപ്പമില്ല, നിങ്ങൾക്കാണ് തലയ്ക്ക് കുഴപ്പം. ഇത് ഞാൻ പറഞ്ഞു വിട്ട് ഞങ്ങളുടെ പാർട്ടിയിലെ പിള്ളേർ ഇവിടെ കൊണ്ടുവച്ച റീത്താണ് ഇത്. നോണ പറയരുത് ക്ലീറ്റോ. ഞങ്ങളുടെ പാർട്ടിക്കാര് മേടിച്ചു വെച്ച റീത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ആവുന്നത്? അതിന് നിങ്ങളുടെ പാർട്ടിക്കാർ മേടിച്ചാൽ അതിനകത്ത് DDT എന്ന് എഴുതൂലല്ലോ, RDP എന്നല്ലേ എഴുതൂ. ഇത് എഴുതിക്കുന്നത് വായിച്ചു നോക്ക്. എഴുത്തും വായന അറിയാമോ? കൂടെ എടുത്ത് മാറ്റിയ തീരാവുന്ന പ്രശ്നമല്ലേ. ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കരുത്. ഇത് അജി കൊണ്ടുവന്നത്. ഒരു കച്ചിയും കുച്ചിയൊന്നല്ല ഇത്. ഞാൻ പറഞ്ഞിട്ട് ഇത് നോക്കിയാടാ, ഞങ്ങളുടെ RDP-കാരൊരു ഇത് മേടിച്ചു റീത്ത്. രാവിലെ അജി കൊണ്ട് തന്നതാ ഇവിടെ. അപ്പം ഇതിപ്പോ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേനും അതിനകത്ത് DDT പാർട്ടി എഴുതി വെച്ചേക്കുന്നത്. എഴുത്തും വായന നിനക്കറിയാലോ. ഈ എഴുതിക്കണമെന്ന് വായിക്ക്. ഇത് DDT പാർട്ടി ആണല്ലോ. അപ്പൊ DDT പാർട്ടി ഞാൻ പറഞ്ഞു വിട്ട് പിള്ളേര് അൻസാർ മേടിച്ചുകൊണ്ടുവന്ന റീത്താണിത്. അല്ല, ഇത് അജി പള്ളി പോണതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാടാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പള്ളി തന്നെ പോയെങ്കിൽ നിങ്ങളുടെ പേരില്ലല്ലോ. ഇത് മനുഷ്യൻ മാറ്റിയതാണ്. പിന്നെ ഞാൻ മാറ്റാൻ എനിക്ക് മാജിക് കാണിച്ചു. ഇല്ല, ഇന്നത്തെ ദിവസം ഈ മനുഷ്യന് പടിന്ന് അറിയിട്ടില്ല. ഒരു റീത്ത് ഇവിടെ എത്തിക്കാൻ ഞാൻ കടയിൽ പോണ്ട. ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. എന്റെ പാർട്ടിയിലെ പിള്ളേർ ഇവിടെ എത്തിക്കും. ഞാൻ ആലോചിച്ചപ്പോ തന്നെ അൻസാർ ഇവിടെ എത്തിച്ചു റീത്ത്. പിന്നെ അല്ലാണ്ട് അൻസാർ നെയ്യാറ്റിങ്കര പോയേക്കല്ലേ? പിന്നെ ആരും കൊണ്ടുവന്നു? നീയാണ് പറഞ്ഞ അൻസാർ കൊണ്ടുവന്നത്. അൻസാർ നെയ്യാറ്റിങ്കര പോയെന്ന് പറഞ്ഞാൽ റീത്ത് മേടിച്ച് നടരാജന്റെ കൊടുത്തിട്ട് നടരാജൻ ഇവിടെ കൊണ്ടുവന്നു. അൻസാർ നെയ്യാറ്റിങ്കര പോയി. വിളിച്ചു പറഞ്ഞത് അതിന് ഇൻചാർജ് അൻസാറാണ്. ഇതൊന്നുമല്ല, ഇത് ഞങ്ങളുടെ അജി കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ കയ്യക്ഷരം നോക്കിക്കേ. ഈ കയ്യക്ഷരം കള്ള എഴുത്ത് എഴുതുമ്പോഴത്തേനും ഇങ്ങനത്തെ കയ്യക്ഷരത്തിൽ എഴുതുള്ളൂ. ഇത് ചേച്ചി, ഇത് ക്ലീറ്റോ ചേട്ടന്റെ കയ്യക്ഷരം അല്ല. ഇത് എന്തൊരു ഇവിടെ പോട്ടെ. ലില്ലി മോളെ, ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ? 7 പേരുടെ കയ്യക്ഷരം ഒരുപോലെ ആയിരിക്കൂലേ? എന്നെ പോലുള്ള ആരുടെ കയ്യക്ഷരമാണ്? ആ ചെറുക്കൻ ഫോൺ എടുക്കൂല. അവൻ ഫോൺ വീട്ടിൽ വെച്ചിട്ട് പള്ളി പോയേക്ക്. പള്ളി കഴിയണം. 10 മണിയാവും പള്ളി കഴിയുമ്പോ. ഇപ്പൊ നീ പറയുന്നത് നിന്റെ റീത്താണെന്ന്, ഇവള് പറയുന്നത് എവളുടെ റീത്താണെന്ന്. ഞങ്ങളതാണ് സത്യം. ഇപ്പൊ നീ അൻസാറിനെ വിളിക്കാൻ നീ തയ്യാറല്ല, അജിയെ വിളിക്കാൻ അവള് തയ്യാറാണ്. അപ്പൊ അജി പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് തീരുമാനമെത്താം. അതെ, നിങ്ങൾ പള്ളിയിൽ പോയ പള്ളിക്കൂടത്തിൽ പോയ ഞാൻ കുളിച്ചിറങ്ങി ഈ റീത്ത് എടുത്ത് പോകും. അതിനകത്ത് അജി വിളിക്കാൻ അതുവരെ റീത്ത് തൊടല്ലേ? ലില്ലി അവിടെ ഇരിക്കട്ടെ.